അപ്പൊ ഞാനിപ്പോ പറയുന്നത് എന്നാന്ന് വെച്ചാല് ഞാന് ആക്റ്റീവായിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും എല്ലാവരും അല്ലേ, ഒരാൾ പോലും ഇല്ല കഴിവില്ലാത്തവരായിട്ട്, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു കഴിവുള്ളവരാണ്. പക്ഷേ അവര് ആ കഴിവുണ്ടെങ്കിൽ പോലും അവര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുമാണ് അല്ലെ, നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തു പോകുന്നവരുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നല്ല ഒരു എന്നാ പറയുന്ന നല്ല ഒരു ഫുൾ സ്വിങ്ങിലേക്ക് വരാത്തതെന്ന് ചിന്തിക്കും. ചില ദിവസങ്ങൾ നന്നായിട്ട് പോകും, ചില മാസങ്ങൾ നന്നായിട്ട് പോകും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ്സാണ്, ഇറക്കവും കയറ്റവും ഒക്കെ വരുമെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അതിന് കാരണം എന്നാന്ന് ഞാൻ അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്കൊരു സംഗതി പിടികിട്ടിയത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഐഡിയ അല്ല, ഇതൊരു സീക്രട്ട് ആണ്. MLM സക്സസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വലിയൊരു സീക്രട്ട് ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, നമുക്ക് സക്സസ് വേണോ? നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് യെസ് എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഫ്രീഡം വേണോ? നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണോ? എങ്കില് ഞാൻ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് വരുന്നതിൻ്റെ അകത്താണ് കാര്യം. വല്ലപ്പോഴും ഒരു ദിവസം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ചില ദിവസങ്ങളിൽ നമ്മൾ സൂപ്പർ ആയിരിക്കും, ചില ദിവസങ്ങളിൽ നമ്മൾ സീറോ ആയിരിക്കും. അതിൽ നിന്നൊരു വ്യത്യാസം വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ജീവിതത്തിലും നമ്മുടെ വർക്കിലും നമ്മുടെ നടപ്പിലും എല്ലാം നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ആണ് അല്ലെ. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ അതേപടി ഫോളോ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിലോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വളരെ നല്ല സിസ്റ്റത്തിൽ അത് ഫോളോ ചെയ്ത് വരും. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് എന്താന്ന് നമുക്കൊന്ന് നോക്കാം. സിസ്റ്റം എന്ന് പറയുന്നത് സേവ് യുവർ സെൽഫ് ടൈം, എനർജി ആൻഡ് മണി. സിസ്റ്റം എന്നത് നമ്മളുടെ ടൈമും എനർജിയും മണിയും നമ്മൾ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു മാർഗമാണ്. ഒരു ഫിക്സഡ് മെത്തേഡാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് മെത്തേഡാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഈസി ആയിട്ട് നടക്കാനായിട്ടുള്ള ഒരു വഴിയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. MLM ബിസിനസ്സിലെ ഇൻകം വരുന്നത് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടാണ് നമുക്കറിയാം അല്ലെ. ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? സിസ്റ്റത്തിലൂടെയാണ് ഡ്യൂപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ സിസ്റ്റം ബിൽഡ് ചെയ്താൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാം. ടീം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും സിസ്റ്റം ഉണ്ടെങ്കിൽ. നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ ഡ്യൂപ്ലിക്കേഷൻ ആണ്, അപ്പൊ നല്ല ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ആ വഴിയെ വരും ഇല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഗോൾ അച്ചീവ് ചെയ്യാനും നമ്മുടെ ടീമിന് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് സിസ്റ്റം. ഒരേ രീതിയിൽ നമുക്കിപ്പോ ഒരു 1000 രൂപ ഉണ്ടാക്കി, അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും 1000 ആകാം, അത് 10,000 ആകാം, ലക്ഷമായിട്ട്. അതേപോലെ തന്നെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ടൈം ഫ്രീഡം, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയത് അല്ലെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാ അല്ലെ. 24 മണിക്കൂറും കിടന്ന് പണിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കൊക്കെ മണി കിട്ടുന്ന കൊണ്ട്, നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യുന്ന ലിബറൽ ആയിട്ടല്ലേ, നമുക്ക് ടൈം സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ, നമുക്കത് ടൈം കഷ്ടപ്പെടാതെ കുറച്ച് ഫ്രീ ടൈം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും. സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന, നിങ്ങൾ സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. സിസ്റ്റം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിസ്റ്റം ജോലി ചെയ്യാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം ഇപ്പൊ ലുലുമാളിന്റെ മുതലാളി അത് എന്നും രാവിലെ പോയി കട തുറക്കാറില്ല, കണക്ക് നോക്കാറില്ല ഇല്ലേ. അതൊരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അങ്ങനെ ഒത്തിരി ബിസിനസ്സുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, സിസ്റ്റത്തിൽ പോകുന്നത്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ അകത്ത് തുറക്കുന്നിടം തൊട്ട്
അടയ്ക്കുന്നിടം വരെ ഐഡിയ അടിക്കുന്നത്, കണക്ക് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നടത്തിയാലേ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അത് നമ്മളൊരു സിസ്റ്റത്തിലല്ലാത്തതുകൊണ്ടാണ്. ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പകരമായിട്ട് ആ സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്കറിയാം എന്തൊക്കെ സിസ്റ്റങ്ങൾ നമ്മൾ ഫോളോ ചെയ്താലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ള ചെറിയ കുറെ കാര്യങ്ങൾ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ, എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സിസ്റ്റം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും സെയിലും മാർക്കറ്റിംഗും ഒന്നാന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. മാർക്കറ്റിംഗും സെയിലും രണ്ടാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ന്യൂ എൻക്വയറീസ് ഒക്കെ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ആ വന്ന ലീഡുകളെ നമ്മൾ ക്ലോസ് ചെയ്ത് പൈസയാക്കി മാറ്റുന്ന പ്രോസസ്സാണ് സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് വേണ്ടിയ സിസ്റ്റം നമ്മൾ ആക്കേണ്ടത് മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. മാർക്കറ്റിംഗ് സിസ്റ്റം ആക്കാനായിട്ട് 3 കാര്യങ്ങളുണ്ട്. ഗ്രാബ് അറ്റൻഷൻ, അതായത് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കസ്റ്റമറുടെ ശ്രദ്ധ കൊണ്ടുവരിക. അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കസ്റ്റമറുടെ ശ്രദ്ധ കൊണ്ടുവരിക, അതാണ് ഗ്രാബ് അറ്റൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ വാല്യൂ കൊടുക്കണം. ആ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണ്? കസ്റ്റമൈസ് ആയിട്ട് ഈ പ്രോഡക്റ്റിനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ആ പ്രോഡക്റ്റിന് നമുക്ക് വാല്യൂ കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി, അവരുടെ പെയിൻ മനസ്സിലാക്കി, അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഈ പ്രോഡക്റ്റ് മാറുന്ന സമയത്താണ് പ്രോഡക്റ്റിന് അതിൻ്റെതായ ഒരു വാല്യൂ വരുന്നത്. മൂന്നാമത്തേത് എസ്റ്റാബ്ലിഷ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അവരുടെ മുന്നിൽ നമ്മുടെ പ്രോഡക്റ്റ് അതിനൊരു വാല്യൂ കൊടുക്കുമ്പോൾ അതിന് ക്രെഡിബിലിറ്റി വരും. അതായത് നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമുക്ക് പറയാം, നമ്മൾക്ക് മറ്റുള്ളവർക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയാം. ഇതൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യേണ്ടത്, അത് സെയിൽസ് മാർക്കറ്റിംഗിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കി എടുക്കുകയാണ്. ഇത് 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് വളരെ ഈസി ആയിട്ട് പോകും. എപ്പോഴാണ് നമ്മൾ മാർക്കറ്റിംഗിൽ ശ്രദ്ധ ചെയ്യേണ്ടത്? മാർക്കറ്റിംഗിൽ ശ്രദ്ധ ചെയ്യേണ്ടത് നമ്മൾ സെയിൽസ് കുറയുമ്പോഴാണോ? അല്ല, ഒരിക്കലുമല്ല. സെയിൽസ് കുറയുന്നത് വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി 24 മണിക്കൂറും 7 ദിവസം ഒരാഴ്ചത്തേത്, 30 ദിവസം ഒരു മാസത്തേത്, ഒരു വർഷം 365 ദിവസവും നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ലീഡ് വരികയും അതിനെ നമ്മളൊരു സിസ്റ്റത്തിലൂടെ ക്ലോസ് ചെയ്ത് നമ്മുടെ ബിസിനസ് കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റിംഗിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതൊരു സിസ്റ്റത്തിലൂടെ വരുന്നതിന്റെ ആവശ്യകത മനസ്സിലായി കാണും. അതായത് ഞാൻ 3 പോയിന്റ് പറഞ്ഞു. ഗ്രാബ് അറ്റൻഷൻ, മറ്റുള്ളവർക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു വാല്യൂ ആഡഡ് ആക്കി മാറ്റുക. അതിനുശേഷം അത് പ്രോഡക്റ്റിന്റെ വാല്യൂബിലിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം ശരിയാക്കി വരാം. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയാൻ നമുക്കറിയാം റവന്യൂ ജനറേഷൻ ആണ് സെയിൽസ്. സെയിൽസ് നടന്നില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സേ ഇല്ല, നമ്മൾ സീറോ ആണ്, അല്ലെ? അപ്പൊ സെയിൽസ് എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ച് 2-3 പോയിന്റ്സ് പറയാം. അപ്പൊ ഒന്നാമത്തേത് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ റിക്വയർമെന്റ്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളൊരു പ്രോഡക്റ്റുമായിട്ട് പോയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ കാണാതെ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങൾ എല്ലാം അവരെ കൊണ്ട് സംസാരിപ്പിക്കാതെ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചാൽ നമ്മുടെ സെയിൽസ് കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല. നമ്മൾ ആദ്യമേ കസ്റ്റമറെ പഠിക്കണം. നമ്മൾ പോകുന്ന കസ്റ്റമർ എന്താണ്, ആ കസ്റ്റമറിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. അവരുടെ പെയിൻ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. കസ്റ്റമൈസ്ഡ് പ്രസന്റേഷൻ വന്നാൽ മാത്രമേ നമുക്ക് സെയിൽസ് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. കസ്റ്റമൈസ്ഡ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര തലവേദനയാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ല. അവരുടെ വീട്ടിൽ പോയിരുന്ന് നമ്മൾ ഡയബറ്റിക്കിന് എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് വരുമോ? ഇല്ല. അപ്പൊ തലവേദനയുള്ള ആളുടെ അടുക്ക പോയാൽ നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കി കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ പ്രസന്റേഷനെ നമ്മൾ മാറ്റിയെടുക്കണം. തലവേദന എങ്ങനെ വരും, തലവേദന എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിലൂടെ പരിഹരിക്കുന്നത് എന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ അടുക്ക ആ രീതിയിൽ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം വരും, അല്ലെ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒക്കുന്നുണ്ടല്ലോ, അല്ലെ? അതേസമയം ഒരു ഡയബറ്റിക് പേഷ്യന്റ്, അവർ മരുന്ന് കഴിച്ചിട്ടും അവർക്ക് കുറയുന്നില്ല,
ആ ഒരു പേഷ്യന്റ് അടുക്ക പോയാൽ നമ്മൾ എന്ത് പറയും, എങ്ങനെയാണ് ഡയബറ്റിക് ഉണ്ടാകുന്നത്, പാൻക്രിയാസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയണ ഇപ്പൊ മോഡേൺ ചികിത്സയില്ല, നമ്മുടെ മെഡിസിൻ്റെ അകത്ത് പാൻക്രിയാസിനെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഒരു പരിപാടികളും അതിൻ്റെ അകത്തില്ല, പുറത്തുനിന്ന് ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. അതേസമയം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പാൻക്രിയാസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഒക്കെ ആക്റ്റീവ് ആകും, അവിടെ ഇൻസുലിൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നാച്ചുറലി ക്യൂർ വരും. അത് പറഞ്ഞവരെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റ് വരത്തില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രസന്റേഷൻ കസ്റ്റമൈസ്ഡ് ആക്കി മാറ്റണം. അതാണ് അടുത്തത്. ഇതെല്ലാം പറയുമ്പം അവർക്ക് കുറെ ഡൗട്ട്സ് വരും അല്ലെ. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഒബ്ജക്ഷൻ ഹാൻഡിലിങ്, അയ്യോ മാർക്കറ്റിൽ പോയാൽ ഭയങ്കര ഒബ്ജക്ഷനാണ്. ആ രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കരുത്. ഒരാൾക്ക് സംശയം വരുന്നതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒബ്ജക്ഷൻ ഹാൻഡിലിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, നമ്മുടെ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒബ്ജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അവരോട് വളരെ സമചിത്തതയോടുകൂടി അവരുടെ കുറവുകൾ മനസ്സിലാക്കി, അവരുടെ സംശയങ്ങൾ മനസ്സിലാക്കി വളരെ ക്ലാരിറ്റിയോടുകൂടി അതിന് മറുപടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. നമ്മുടെ മലയാളികൾക്കുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുന്നു, ഒരു ഓഫർ കിട്ടുന്നതിനോട് വലിയ താല്പര്യം അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഈ മാസത്തേക്കുള്ള ഒരു ഓഫറായിട്ട് അവരുടെ അടുക്ക പ്രസന്റ് ചെയ്യാം. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് എടുത്ത് 2 എണ്ണം ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് 3200 രൂപ ഈ മാസം ഓഫർ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു കഴിയുമ്പോൾ ഓഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു താല്പര്യം വരും ഇതിൻ്റെ അകത്തോട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓഫറായിട്ട്, നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഓഫറായിട്ട് അവരുടെ അടുക്ക പ്രസന്റ് ചെയ്യാനായിട്ട് ഒക്കുവാണെങ്കിൽ, അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രോഡക്റ്റിനോട് ഇത് വാങ്ങിക്കുന്നതിനോട് ഒരു താല്പര്യം വരും. അപ്പൊ അവരൊരു നെഗോസിയേഷൻ പറയും അല്ലെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്യാമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ നെഗോസിയേഷനെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് നമ്മളതെല്ലാം സെയിൽ ഡീലാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുമ്പോഴാണ് നമുക്ക്. ചില ആളുകൾക്കുണ്ട് ആദ്യമേ ചെന്ന ഉടനെ പൈസയാ ചോദിക്കുന്നത് അല്ലേ. നമ്മൾ ഒരിക്കലും ആദ്യമേ നമ്മൾ പൈസ പറയരുത്. പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സേ മാറിപ്പോകും. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ അവരോട് ചോദിച്ച് ഏറ്റവും അവസാനമാണ് ക്യാഷിനെ കുറിച്ച്. അപ്പൊ ക്യാഷ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 9,800 ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ നമ്മൾ അതിനേക്കാളും വലിയ എക്സ്പെൻസസ് അവർക്ക് വരാൻ പോകുന്നതിനെ കുറിച്ച്, അവർക്ക് ഇതൊരു ലാഭമായി തീരുന്നതിനെ കുറിച്ച് വേണം, ആ രീതി വേണം നമ്മളത് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ അവര് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവരത് ഉൾക്കൊള്ളുകയും സെയിലിലേക്ക് പോവുകയും. മിക്കവാറും ആൾക്കാർക്ക് പൈസ ചോദിക്കാൻ മടിയാ. പിന്നെ ആട്ടെ, ഞാൻ പിന്നെ വരാം എന്നത്തേക്കും പറഞ്ഞാൽ മതി. അതല്ല, സെയിൽസിന്റെ സിസ്റ്റത്തില് നമ്മൾ ഏറ്റവും അവസാനം എങ്ങനെയാണ് ഇത് പേ ചെയ്യുന്നത്, ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആണോ എന്ന് ചോദിച്ച്, ഡബിൾ ആണോ എടുക്കുന്നത് സിംഗിൾ ആണോ എടുക്കുന്നത്, അത് ചോദിച്ച് സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു എബിലിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കൂ. ഒരിക്കലും അത് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ അവിടെ പോയി പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ, എല്ലാവരുടെയും മനസ്സിലെ ഉദ്ദേശം എന്താ, നമുക്കത് സെയിൽസ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാ. പക്ഷെ അവസാനം വരുമ്പോ എന്നാ ഞാൻ പിന്നെ വരാൻ നേരം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ അവരോട് പറഞ്ഞോളാം, ഇങ്ങനത്തെ ഉള്ള സംസാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ സെയിൽസ് എങ്ങനെ ക്യാഷ് ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ സ്റ്റേൺ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയൊന്നും സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ടീമിലുള്ളവർക്കും പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സെയിൽസ് കറക്റ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ സെയിൽസ് ക്ലോസ് ആയാൽ മാത്രമേ നമ്മുടെ റവന്യൂ വരത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ 5 പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ, 1 കസ്റ്റമറെ മനസ്സിലാക്കുക, 2 കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രസന്റേഷൻ വരിക, ഒബ്ജക്ഷൻസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, ഓഫേഴ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ് അത് നെഗോസിയേഷൻ ചെയ്ത് അത് കറക്റ്റ് ആക്കി ക്യാഷ് വാങ്ങിക്കാനായിട്ടുള്ള ഡീല് നടക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു സിസ്റ്റമായിട്ട് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ടീമിലുള്ളവരെ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യും. അതാണ് സെയിൽസ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ സിസ്റ്റമാണ്. ഓപ്പറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്റ്റ് കൊടുക്കണം അല്ലെ, ആ പ്രോഡക്റ്റ് അവിടെ എത്തിക്കണം.
എത്തിക്കുന്നതിനോടൊപ്പം തന്നെ അതെങ്ങനെയാന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ അത് ഉപയോഗിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ ആ പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് തന്നെ ആ പ്രോഡക്റ്റ് എത്തിക്കുകയും ആ പ്രോഡക്റ്റിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആ പ്രോഡക്റ്റിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിന്റെ ഉപയോഗം, അതിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ എന്നാ വരും, അവർക്കൊരു ഹാപ്പി വരും അല്ലേ. നമ്മൾ 9,800 രൂപ തന്നു കഴിഞ്ഞിട്ട് അന്നേരം തൊട്ടിരുന്നവർ വ്യസനിക്കുക, അയ്യോ ഞാൻ പൈസ കൊടുത്തല്ലോ, പൈസ പോയല്ലോ. ആ ഒരു രീതിയിൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് തന്നെ കിട്ടാൻ പാടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അവർക്ക് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക, അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കുക. ആ പ്രോഡക്റ്റ് അവർ ആ പൈസ മുടക്കിയത് അവർക്ക് നല്ലതെന്നുള്ള രീതിയിൽ അവർക്ക് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ അവർക്ക് തോന്നിക്കുന്ന പോലെ നമ്മൾ അവരോട് ഇടപെട്ട് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കുക, കറക്റ്റ് ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. ഈ സിസ്റ്റമാണ് ഓപ്പറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഒരേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് അതിനോട് താല്പര്യം വരുമോ? ഇല്ല. നമ്മളത് റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്പനി അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് വന്നു, മാറി മാറി വന്നു, അതിന്റെ പല കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. ഇങ്ങനെ നമ്മൾ ഓരോ സമയത്തും അതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടേ ഇരിക്കണം. ഇതെല്ലാം ആക്ച്വലി നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട്, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ടീം മെമ്പേഴ്സിന് അപ്ഡേറ്റ്സ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് ഇത് എന്താണെന്നോ ഇതെങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യേണ്ടതെന്നുള്ളതോ അറിയത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട, ലീഡേഴ്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നിങ്ങളത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് അതിന്റെ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് എടുക്കുക, അവർക്ക് എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് അതൊക്കെ ഷെയർ ചെയ്യുക. ഇതൊക്കെ കസ്റ്റമർക്ക് കോൺഫിഡൻസ് കൂടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ പകുതിപ്പണി കമ്പനിയാണ് ചെയ്യുന്നത്, പകുതിപ്പണി നമ്മൾ ചെയ്താൽ മതി. നമ്മൾ വരുന്ന അപ്ഡേഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, അത് ടീമിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ഈ സിസ്റ്റം ഇത്രയും മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് ഒരു വലിയൊരു പണിയാണ് അക്കൗണ്ടിങ് സിസ്റ്റം. അക്കൗണ്ടിങ് സിസ്റ്റം ആണ് നമ്മളുടെ ബിസിനസ്സിന് നഷ്ടമാണോ ലാഭമാണോ. നമ്മൾ ഒത്തിരി പൈസകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, അത് ട്രഡീഷണൽ ബിസിനസ്സിലാണേലും MLM-ലാണേലും ഒക്കെ പൈസകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആർക്കെങ്കിലും അതിന്റെ ഒരു ബെനഫിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? 1 ലക്ഷം രൂപ കിട്ടിയാൽ 1 ലക്ഷം രൂപ പൊടിക്കും, 50,000 രൂപ കിട്ടിയാൽ 50,000 രൂപ പൊടിക്കും. നമ്മളൊരു സിസ്റ്റത്തിലേക്ക്, അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ പൈസകൾ കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കണം. നമുക്ക് പൈസ കിട്ടി, നമ്മളൊരു പറയും കുരങ്ങന്റെ ഈ പൂമാല കിട്ടിയ പോലെ എന്ന് പറയും അല്ലെ. നമുക്കറിയാം ഒത്തിരി ലോട്ടറി കിട്ടിയ ആൾക്കാർ ആരെങ്കിലും പണക്കാരായിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് അതെങ്ങനെയാണ് ആ സിസ്റ്റം കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പൈസ കിട്ടിയിട്ടും കാര്യമില്ല, കിട്ടുന്ന പൈസ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ അകത്താണ് കാര്യം. അപ്പൊ നിങ്ങളുടെ ബിസിനസ് കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും, എത്ര ധൃതിയാന്ന് പറഞ്ഞാലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ കണക്കുകളൊന്ന് നോക്കുക. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസകൾ നമുക്കെല്ലാം എടുത്തങ്ങ് ഉപയോഗിക്കാൻ നമുക്കൊക്കത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഇന്ന് പോയി 2-3 പ്രോഡക്റ്റ് വിറ്റു, അതിന്റെ പൈസ അക്കൗണ്ടിലേക്ക് വന്നു, ഉടനെ നാളെ അതെല്ലാം എടുത്ത് ചെലവാക്കി ID അടിക്കാൻ നേരത്ത് പിന്നെ എല്ലാവരുടെയും എടുക്ക പോയി കടം വാങ്ങിച്ചുകൊണ്ടൊന്ന് ID അടിച്ചു. ചില IDകൾ പ്രോഡക്റ്റുകൾ അടിക്കാതെ വരുന്നു. ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുള്ളതല്ല. സിസ്റ്റം കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പൈസകൾ നമുക്ക് അർഹതയുള്ളത് മാത്രമേ നമ്മൾ എടുത്ത് ചെലവാക്കാവുള്ളൂ. അതിനെക്കുറിച്ച് ഒരു ഇത് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതിനുള്ള പൈസകൾ നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് കിട്ടുന്ന പൈസകൾ മുഴുവൻ നമ്മൾ ദൂർത്തടിച്ച് എന്തിനാണ് ഇത് ചെലവാക്കാവുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളത് ചെലവാക്കാവുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പൈസകൾക്ക് അത് കൃത്യമായ കണക്കുകൾ നമുക്ക് വേണം. ഏത് പൈസകൾ നമുക്ക് എടുക്കാം, ഏത് പൈസകൾ എടുക്കാൻ മേല, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചത്, ഏത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചാലും അക്കൗണ്ടിങ് മാനേജ്മെന്റ്, അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആകണം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു കാര്യം പറയാം. എല്ലാവരുടെയും കയ്യിൽ പേനയും പേപ്പറും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നമുക്ക് എത്ര വരുമാനം ഉണ്ടാക്കി
ഉണ്ടാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. എത്ര വരുമാനം ഉണ്ടാക്കിയാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ജീവിച്ചു പോകാമെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ പേപ്പറിന്റെ സൈഡിൽ ഒന്ന് എഴുതുക, നിങ്ങൾക്ക് ഒരു മാസം വീട്ടു ചെലവിന് എത്ര രൂപ വേണം. ചുമ്മാ ഒന്ന് റഫായിട്ടൊന്ന് എഴുതിക്കേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബില്ലൊക്കെ അടയ്ക്കാനുണ്ട്, അതായത് കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, അങ്ങനെയൊക്കെയുള്ള ബില്ലുകൾ നിങ്ങൾക്കുണ്ട്, മൊബൈലിന്റെ ചാർജ്, അങ്ങനെയൊക്കെയുള്ള ബില്ലുകൾ അടയ്ക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം വേണം. വീട് റെന്റിനുള്ള ആൾക്കാരാണെങ്കിലോ റെന്റ് നമ്മൾ അടച്ചേ മതിയാകത്തുള്ളൂ അല്ലെ. റെന്റൊക്കെ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ വലിയ പാടാ. നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു സാധനവും കുടിശ്ശിക വരാൻ പാടില്ല, കടങ്ങൾ വരാൻ പാടില്ല. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നാലേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റെന്റിന് അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര വേണം. EMI ഒക്കെ അടയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, വണ്ടിക്കും വീടിനും ഒക്കെ EMI അടയ്ക്കുന്നവരുണ്ട് അല്ലെ. ഒരു മാസം മാസം നമുക്കത് മുടക്കാനായിട്ട് ഒക്കുവോ? ഇല്ല. അപ്പൊ ആ EMI നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം. നിങ്ങൾക്ക് പെട്രോൾ, വണ്ടി ഓടാതെ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ടൊക്കത്തില്ല. അപ്പൊ ഒരു മാസം നിങ്ങൾക്ക് പെട്രോളിന് എത്ര രൂപ വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ നിങ്ങളൊന്ന് എഴുതിക്കുക, നിങ്ങൾക്ക് ഡെയിലി എക്സ്പെൻസ്, വീട്ടു ചെലവ് എത്ര വേണം ഒരു മാസം, ബില്ലുകൾ അടയ്ക്കാൻ എത്ര വേണം, നിങ്ങൾക്ക് റെന്റ് അടയ്ക്കുന്നവരാണെങ്കിൽ റെന്റ് എത്ര വേണം, EMI അടയ്ക്കുന്നവരാണെങ്കിൽ EMI എത്ര വേണം, പെട്രോൾ. അല്ലാതെ നിങ്ങൾക്ക് വേറെ ചെലവുകൾ അറിയാമെങ്കിൽ മാസം അത്യാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒന്ന് എഴുതുക. ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇപ്പം 104 പേരാ ഉള്ളത്. 103 പേര് എഴുതിയാലും എല്ലാവരുടെയും തുകകൾ വ്യത്യാസമായിരിക്കും അല്ലെ. EMI ആരുടെ ഒരു പോലല്ല, റെന്റ് ആരുടെ ഒരു പോലല്ല, ബില്ലുകൾ ഒരു പോലല്ല, വീട്ടു ചെലവ് ഒരു പോലല്ല. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു എമൗണ്ട് കിട്ടിയായിരിക്കും അല്ലെ. കിട്ടിയിട്ടുണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യാവോ? ഞാൻ എന്തിനാ ഇത് എഴുതിച്ചെന്ന് വെച്ചാല്, നമ്മളെല്ലാം ജോലി ചെയ്തു നമുക്ക് ഏതെങ്കിലുമൊക്കെ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. ഒരെണ്ണവും ഒരു സിസ്റ്റത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. സിസ്റ്റത്തിൽ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു തരാനുണ്ട്. അതായത് അക്കൗണ്ടിങ് ആണ് നമുക്ക് ബിസിനസ്സിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് വേണ്ടിയത്. മണി മാനേജ്മെന്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ജീവിച്ചു പോകാനായിട്ടൊക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടിങ് കറക്റ്റ് ആവണം. അതിനു വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എക്സ്പെൻസ് എഴുതിയപ്പോ എല്ലാവർക്കും ഓരോ തുകകൾ കിട്ടി. ആരും ആരോടും ഈ തുകകൾ പറയണ്ട. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ തുക എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കണം നിങ്ങളുടെ വരുമാനം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് 50,000 രൂപയാണ് എക്സ്പെൻസ് കിട്ടിയെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ജീവിക്കാനായിട്ടൊക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എത്ര ചെലവ് നിങ്ങൾ എഴുതിയോ അതിന്റെ ഡബിൾ വരുമാനം നിങ്ങൾ മാസം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ചെലവാ നിങ്ങളുടെയെങ്കിൽ സിസ്റ്റം നിങ്ങളുടെ കറക്റ്റ് ആണോ? ആ ഒരു ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പോകുന്ന വഴികൾ തെറ്റാണ്. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, എക്സ്പെൻസുകൾ കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ വരുമാനം കൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് ഒക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 50,000 രൂപയാണ് നിങ്ങൾക്ക് ചെലവ് വന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സ്പെൻസ് എങ്ങനെയെങ്കിലും കുറയ്ക്കാവോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂട്ടാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു റേഷ്യോ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 1 ലക്ഷം രൂപ, ചുമ്മാ പറയാനായിട്ടുള്ള എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത്. 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ 50,000 രൂപ നിങ്ങളെ എക്സ്പെൻസിനായിട്ട് മാറ്റി വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പൈസ മാറ്റി വെക്കേണ്ടതെന്ന് ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 10% ക്രൈസിസ് മാനേജ്മെന്റിനായിട്ട് മാറ്റി വെക്കണം. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ആശുപത്രി പോകേണ്ട ഒരു കേസ് വന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒത്തിരി ചെലവുകൾ വരുമല്ലോ. ആ സമയങ്ങളിൽ മാത്രമേ ഇത് എടുക്കാവുള്ളൂ. അത് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വീട്ടു ചെലവിനായിട്ട് അത് എടുക്കരുത്. 10% നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടിയാലും അത് ക്രൈസിസ് മാനേജ്മെന്റിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. 10% ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. നിങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു 40 വയസ്സിന് മേളിലുള്ളവരായിരിക്കും അല്ലെ. ഒരു 20-25 വയസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയവരായിരിക്കും. പക്ഷെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് വളരെ ചെറുതായിട്ട് ചെയ്ത് കൂടുതലായിട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് കാണും. പക്ഷെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് അത് ചെയ്യാൻ തുടങ്ങുക. കാരണം എന്നാ വെച്ചാൽ വളരെ ലേറ്റ് ആയി പോയി.
ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 10% നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റി വെക്കണം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ അകത്ത് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിട്ടി, അത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ, ഒരു ചിട്ടിക്കകത്ത് ചേരുക. എന്നിട്ട് അതൊരു ചെറിയ തുകയാകുമ്പോൾ അതിനെ നമ്മൾ ഫിക്സഡ് ആയിട്ട് മാറ്റുക. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന തുക എത്ര പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ എടുക്കാൻ മേലാത്ത ഒരു പാർട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ മാറ്റുന്ന 10%. ഇന്ന് നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റിയിട്ട് നാളെ നമ്മളത് വീട്ടുചെലവിനായിട്ട് എടുത്താൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? നമ്മൾ ഇന്ന് എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വേണം പോകാൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ലേണിങ്. 10% നിങ്ങൾ പഠിത്തത്തിനായിട്ട് മാറ്റി വെക്കുക. അതായത് നിങ്ങൾ നല്ല ബുക്സുകൾ കിട്ടുന്ന വാങ്ങിക്കുക, ട്രെയിനിങ് പ്രോഗ്രാംസ്, പെയ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്മെന്റിന്, അതായത് നമുക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ കഴിവുകൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ചില കഴിവുകൾ നമ്മൾ ആർജിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കഴിവുകളുണ്ട് അല്ലെ. ചിലത് പാട്ട് പഠിക്കണമെന്ന് നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല, അന്നത്തെ സാഹചര്യം കൊണ്ടൊന്നും നടന്നില്ല. ഇപ്പൊ നമുക്കത് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക്, അതായത് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയും, നമുക്ക് നടക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. അതൊരു ബക്കറ്റ് ലിസ്റ്റ് എഴുതിയിടുക. ഇതിന്റെ അകത്ത്, ഈ പോർഷന്റെ അകത്ത് പൈസ വരുമ്പോൾ നമ്മൾ കുറേശ്ശെ മുടക്കി ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. ലേണിങ്, നമ്മളൊരു 2 ഡേ പ്രോഗ്രാമിന് 2000 രൂപ അടയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തുള്ളവരോട് കടം ചോദിക്കാൻ പോകാതെ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 2000 രൂപ എടുത്ത് കൊടുക്കാം അല്ലെ. അങ്ങനെ നമ്മൾ ലേണിങ്ങിനായിട്ടൊരു പൈസ മാറ്റി വെക്കണം. അത് നമ്മുടെ പേഴ്സണാലിറ്റി വളരാനും നമുക്ക് വളരെയധികം അറിവുകൾ സമ്പാദിക്കാനും വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ 10% നിങ്ങൾ ലേണിങ്ങിനായിട്ട് മാറ്റിവെക്കണം. നമ്മൾ 24 മണിക്കൂറും 30 ദിവസവും ഇങ്ങനെ പണിത് നടന്നാൽ മതിയോ? നമുക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ? എന്റർടൈൻമെന്റിനായിട്ട് നമ്മളൊരു 10% മാറ്റിവെക്കണം. നമ്മുടെ ഫാമിലിയോടൊത്ത് ഒരു ബീച്ചിൽ പോവുക, ഒരു സിനിമ കാണുക, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലേ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 10% മാറ്റി വെക്കണം. ഒരു ടൂർ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അന്നേരം നമ്മുടെ പൈസ ഇല്ലാത്തത് കൊണ്ട് ടൂറിന് പോകാതിരിക്കരുത്. ഇതിനായിട്ട് നമ്മൾ ഒരു 10% മാറ്റി വെക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ചാരിറ്റി അല്ലെ. നമുക്ക് പൈസ കിട്ടിയാൽ അതിന്റെ ഒരു 10% നമുക്ക് പൈസ ഇല്ലാതെ നിർധനരായ ആൾക്കാർക്ക്, ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുക്കുക. നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ദശാംശം കൊടുക്കണമെന്നും. അത് വളരെ അത്യാവശ്യമാണ്. ആ ദശാംശം 10% നമ്മൾ മാറ്റിവെക്കണം. ഈ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം എടുത്ത് നമ്മൾ ചെലവാക്കാനായിട്ടുള്ളതല്ല. ഈ വകുപ്പുകൾ മാറ്റിവെച്ച് അത്രയ്ക്ക് കൺട്രോൾ ഉള്ള ഒരു കവറിലിട്ട് മാറ്റി വെച്ചാൽ മതി. പക്ഷെ ആ കൺട്രോൾ കിട്ടാത്ത ആൾക്കാര് ഈ എല്ലാത്തിനും പ്രത്യേകം നമ്മുടെയൊക്കെ കയ്യിൽ 4-5 അക്കൗണ്ടുകൾ ഉണ്ടല്ലേ, നമ്മൾ അതൊക്കെ ഉപയോഗിക്കാതെ കിടപ്പുണ്ട്. അപ്പൊ ഈ അക്കൗണ്ടുകൾ, ഓരോ അക്കൗണ്ടുകൾ, എക്സ്പെൻസിന് ഒരു അക്കൗണ്ട്, ക്രൈസിസ് മാനേജ്മെന്റിന് ഒരു അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റിന് ഒരു അക്കൗണ്ട്, ലേണിങ്ങിന് ഒരു അക്കൗണ്ട്, എന്റർടൈൻമെന്റ്, ചാരിറ്റി നമുക്ക് കിട്ടുന്നതിന്റെ 10% നമ്മൾ കൊടുക്കാവുള്ളൂ. ചാരിറ്റിക്ക് 10% മേലെ ചാരിറ്റി കൊടുക്കുന്നവരാരും സക്സസിലേക്ക് വരത്തില്ല. നമുക്ക് വലിയ തുകകൾ കൊടുക്കാൻ, നമുക്ക് കിട്ടുന്നതിന്റെ 10% ചാരിറ്റിയും കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് സക്സസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇൻകം കിട്ടിയാല് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്നാ, ഇതെല്ലാം എനം തിരിച്ച് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. നമുക്ക് ആ പൈസയും ഈ പൈസയും എല്ലാം കൂടെ എടുത്ത് സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഒരിക്കലും കടം തീരത്തില്ല, ഒരിക്കലും പ്രാരാബ്ദങ്ങൾ മാറത്തുമില്ല. അപ്പൊ ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് നിങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടികൾ നിങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇൻകം നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നിങ്ങൾക്ക് ഇൻകം കുറവാണെങ്കിൽ നമ്മൾ എന്നെങ്കിലും എക്സ്പെൻസസ് കുറച്ച് അത് മാനേജ് ചെയ്യണം. ബാക്കിയുള്ള മാറ്റി വെച്ചിരിക്കുന്ന പൈസകൾ എടുത്ത് നിങ്ങൾ ഇതിന്റെ അകത്തോട്ട് ചെലവാക്കരുത്. അതേസമയം ഇൻകം കൂടുവാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണം? എല്ലാത്തിലും നമുക്ക് എമൗണ്ട് കൂടും, പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ക്രൈസിസ് മാനേജ്മെന്റിലൊക്കെ ഇച്ചിരി പൈസ കൂടുതൽ ഇട്ട് വെക്കാം. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റിൽ വേണമെങ്കിൽ ഇച്ചിരി പൈസ കൂടുതലിട്ട് നമുക്ക് വെക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്കൗണ്ടുകളെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാല് അതിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ അക്കൗണ്ടുകൾ ഒരു ദിവസം സെപ്പറേറ്റ് ആക്കി പിറ്റേ ദിവസം തൊട്ട് അതിന്റെ അകത്ത് അത് ഇങ്ങോട്ടും ഇതിന്റെ അകത്ത് അങ്ങോട്ടും എടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലല്ല നമ്മള്. മനസ്സിലായോ? അക്കൗണ്ടുകൾ നമ്മൾ ക്രമീകരിക്കുക, അത് കറക്റ്റ് ആയിട്ട്
വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ബിസിനസ്സിനെ സക്സസിലേക്ക്, നമ്മളെ തന്നെ നമുക്ക് സക്സസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അടുത്തത് മാനേജ്മെന്റ് സിസ്റ്റമാണ്. മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ലീഡേഴ്സ് ആണ്, നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്നാ ചെയ്യും? നമ്മൾ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എങ്ങനെ അതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഒക്കും. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ലീഡേഴ്സ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നല്ല കാര്യങ്ങൾ എന്താണ് നമ്മുടെ ടീമിൽ അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ടീം മെമ്പേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുപോകാനായിട്ട് ഒക്കുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം എങ്ങനെ നമുക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടേതായ കുറവുകൾ കണ്ടുപിടിക്കുക. നമ്മളിപ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഷാൻഡിയെക്കാളും വിജയിച്ചു എന്നല്ല, ഞാനിപ്പം ഉദാഹരണം പറഞ്ഞ ഷാൻഡി എന്നുള്ളത്, ഞാൻ വിജയിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഇന്നലത്തെ എന്നേക്കാൾ 1% ഇന്നത്തെ ഞാൻ വലുതായിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചാലാണ് ഞാൻ വിജയിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെയാണ് കാണേണ്ടത്. നമ്മളെ കുറവുകൾ മനസ്സിലാക്കി അതിനെ കറക്റ്റാക്കി മുന്നോട്ട് പോകുന്നവരാണ് സത്യത്തിൽ വിജയിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട. അവരുടെ കഴിവ്, അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് അവർ വിജയിക്കുന്നത്. നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്നലത്തേനേക്കാൾ കുറച്ചുകൂടെ മുന്നോട്ട് എത്താൻ സാധിച്ചെങ്കിലാണ് നമ്മൾ വിജയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അവനവന്റെ സാഹചര്യത്തിൽ നിന്ന് വിജയിക്കാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാൻ സാധിക്കും. എങ്ങനെയാണ് സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ സ്കിൽസ്, നമ്മൾ പുതിയ പുതിയ അറിവുകള്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും നമ്മുടെ ടീം മെമ്പേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും. അവരിലേക്ക് ഈ സ്കിൽസ് പകർന്നു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകേണ്ടി അതായത് ഇപ്പം വലിയൊരു ലീഡർ, ഇപ്പൊ മനോജ് സാർ പോയിട്ട് ഡെയിലി 1-to-1 എടുത്തു പോകുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സിസ്റ്റം അല്ല. ചെറിയ ചെറിയ ലീഡേഴ്സ് അത് ചെയ്യുക. അവര് പിന്നെ കുറച്ചുകൂടെ വലുതാകുക. അവര് ടീമിന്റെ ഹോം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. അവര് പിന്നെ മിനി BOPകൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ വലുതായി വരണം. നമ്മൾ എപ്പോഴും താഴെ ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ മാനേജ്മെന്റ് സ്കിൽസിലേക്ക് നമ്മൾ വരണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിന് വളരെയധികം ആവശ്യമുള്ള ഒരു ഇതാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കി നമുക്ക് എന്തൊക്കെയാണ് കുറവുകളുള്ളത്, നമ്മുടെ ടീമിന് എന്തൊക്കെയാണ് കുറവുകളുള്ളത്, അത് നമ്മൾ ആർജിച്ചെടുത്ത് നമ്മൾ ടീമിലെ മെമ്പേഴ്സിലേക്ക് പകരുക. സിസ്റ്റം ഇല്ലാത്ത ബിസിനസ് എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? സിസ്റ്റം വന്നാല് ബിസിനസ് ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒക്കും. അന്നേരം ബിസിനസ്സിൽ എന്താ കൺഫ്യൂഷൻ നമുക്ക് കുറയും. സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കുറയും. എന്താ ചെയ്യേണ്ടത്, അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടത്, നമുക്ക് നല്ല നിശ്ചയമാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ കുറയും. നമുക്ക് സമയം ലാഭിക്കാനായിട്ട് ഒക്കും. നമ്മൾ ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് പലതവണ ട്രയൽ ആൻഡ് എറർ ചെയ്ത് കറക്റ്റ് ആവാതെ പോയി വീണ്ടും നമ്മൾ ചെയ്ത് അതൊക്കെ നമ്മുടെ സമയ നഷ്ടമാണ്. അതേസമയം ഇന്ന രീതി ചെയ്യും എന്ന് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കണ്ട. ഇന്നത് കഴിഞ്ഞാൽ ഇന്നതാ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കത് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാം. നമ്മുടെ ടീം നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നാളെ കറക്റ്റായിട്ട് അതിന്റെ ക്വാളിറ്റി കൊടുക്കാൻ ഒക്കുവാണെങ്കിൽ കസ്റ്റമറുടെ ട്രസ്റ്റ് അതിലൂടെ നമുക്ക് കിട്ടാനായിട്ട് സ്വാഭാവികമായിട്ടും കസ്റ്റമറുടെ ട്രസ്റ്റ് അതിലൂടെ ഉയരും, ഇല്ലേ? അങ്ങനെ ടീം വർക്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആകാൻ സാധിക്കും. നമ്മുടെ ടീം ലീഡേഴ്സ് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യാതെ അവർ മാനേജിങ് സ്കിൽസ് വരുന്ന നമ്മളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിനെ കുറിച്ച് ആ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ ലീഡേഴ്സിന് കുറച്ച് സമയം കിട്ടും. അല്ലെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ തിരക്കിലൂടെ പോകാതെ നമ്മൾ മാനേജ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ കൂടെയുള്ളവരെ ആ രീതിയിലേക്ക് ആക്കുകയും ചെയ്യും.
ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ഡിസിഷൻ മേക്കിങ് നമുക്ക് വളരെ ഈസി ആവും. അതിന് കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റാസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഡിസിഷൻ മേക്കിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ അല്ല, അതല്ലെങ്കിൽ ഇത് ചെയ്യാവുന്നുള്ള ഒരു ഓപ്ഷൻ അല്ല. സിസ്റ്റം എന്ന് പറയുന്ന ഒരു നെസസിറ്റിയാണ്, അത്യാവശ്യമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം ഇല്ലെങ്കിൽ ബിസിനസ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. സിസ്റ്റം ഇല്ലാതെ ചെയ്യുന്നവര് ബിസിനസ് നമ്മളെ നിയന്ത്രിക്കും. അതേസമയം നമ്മൾ സിസ്റ്റത്തിലൂടെ ചെയ്യുവാണെങ്കിൽ സിസ്റ്റം നമ്മുടെ ബിസിനസ്സിനെ നിയന്ത്രിക്കും. അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പൊ ഞാൻ ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ബിസിനസ് ഒക്കെ നല്ലതായിട്ട് വരണമെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ പേഴ്സണാലിറ്റിയിലും ഒരു സിസ്റ്റം വരണം, അല്ലെ? പേഴ്സണാലിറ്റിയും കുറച്ചുകൂടെ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ സിസ്റ്റം എന്താണെന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അപ്പം പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഡെയിലി നമ്മൾ ഒരേ രീതി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്യുന്നത്? ചെയ്യേണ്ട കാര്യങ്ങളുടെ ക്രമത്തിലാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇത് വരുന്നത്. ഒരു 20 കാര്യം നമുക്ക് ഒരു ദിവസം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റ് എടുത്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പക്ഷെ കുറെ ആൾക്കാർ ഒന്നാമത്തേത് തൊട്ടിങ്ങോട്ട് ചെയ്തു വരും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാതെ വരും. അതേസമയം നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സക്സസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഗോളിൽ എത്തിച്ചേരാനായിട്ടുള്ള നമ്മുടെ വഴികൾക്ക് ക്ലാരിറ്റി വേണം, ഇല്ലേ? നമ്മൾ ഒത്തിരി വഴികളിലൂടെ ഒക്കെ കയറി ഇറങ്ങി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താൻ താമസിക്കും. അപ്പൊ ക്ലാരിറ്റി ഗോളിൽ വരണമെങ്കിൽ, ഗോളിന്റെ വഴികളിലേക്ക് ആ പാത്ത് ക്ലാരിറ്റി ആവണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്, അല്ലെ? ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയോടും വെടിപ്പോടും ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കുന്നതാണ് സിസ്റ്റം. സിസ്റ്റം നമ്മുടെ പേഴ്സണാലിറ്റി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് നമ്മുടെ ചിന്താഗതിയിൽ വ്യത്യാസം വരും. മൈൻഡ് സെറ്റിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്? നമ്മൾ കൃത്യമായും കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് അതിനുള്ള സമയവും കിട്ടത്തില്ല. ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ഗോസിപ്പ് ഉണ്ടാക്കാം, അങ്ങോട്ട് പറയാം, ആ മെസ്സേജ് എടുത്ത് ഇങ്ങോട്ട് അയക്കാം. ഇങ്ങനെ നമ്മുടെ സമയങ്ങളെല്ലാം നമ്മൾ കളയുക. അതേസമയം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും സമയമില്ല. നെഗറ്റീവ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലോട്ട് വരാൻ നമുക്ക് സമയമില്ല. പോസിറ്റീവായി ഒരു കാര്യത്തെ കാണാൻ നമുക്ക് സാധിക്കും. അതായത് നമുക്കിപ്പോ ഏത് സാഹചര്യവും, ഇപ്പൊ സൂസമ്മ ആന്റി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പൊ 100 പേര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ 100 പേർക്ക് 100 അഭിപ്രായമാണ്. ചിലര് പറയും അത് വളരെ കറക്റ്റ് ആയിരുന്നാ പറഞ്ഞത്, ചിലര് പറയോ അവരങ്ങനെ പറയേണ്ട കാര്യം ഇല്ലായിരുന്നു, ഇല്ലേ? നമുക്കറിയാം 100 പേർക്ക് 100 ചിന്തകളാ വരുന്നത്. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, നമ്മൾ സിസ്റ്റത്തിലാണെങ്കിൽ. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണാതെ പ്രശ്നങ്ങളെ അവസരങ്ങളായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അതായത് നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ശരിയാകുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടും. അതാണ് ഇതിന്റെ ഒരു റിസൾട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും. അതെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്? നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ മടിച്ച് നിൽക്കുക. അല്ല, നമ്മൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് അത് പറയാവോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്, അത് മാറിക്കിട്ടും. നമ്മൾ പറയുന്നത് കറക്റ്റാണ്, നമ്മൾ സിസ്റ്റത്തിലാണ് പോകുന്നത്, ആ സിസ്റ്റം നമുക്ക് ഇന്നലെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമ്മളിൽ കോൺഫിഡൻസ് കൂട്ടും. നാളെ നമുക്കത് ചെയ്യാനുള്ള ധൈര്യം വരും. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും വരും. അതെല്ലാം നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നതാണ്. അപ്പൊ സിസ്റ്റം, നമ്മുടെ പേഴ്സണാലിറ്റി സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കൃത്യസമയത്ത് നമ്മളിപ്പോ ഒരു കാര്യം 10 മണിക്ക് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കയറി വരുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ?
ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. അത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ദിവസവും പ്രോപ്പർ റൊട്ടീൻ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളിപ്പം 10 മണിക്ക് ഒരിടത്ത് പോകണമെങ്കിൽ 9:30 ആകുമ്പോൾ കുളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ 10 മണിക്ക് പോകണമെങ്കിൽ 9:30 ആകുമ്പോൾ നമ്മൾ റെഡി ആവണം. ആ ഒരു സിസ്റ്റം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാം. സമയം പാഴാക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇടപെടുന്നത് നമ്മൾ കുറയ്ക്കും. കുറെ റീൽസ് കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. നമുക്ക് അത്ര കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും ഉള്ള സമയമില്ല. നമ്മൾ സമയം പാഴാക്കുന്നത് കുറയ്ക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിന് ഇത് സാധിക്കും. അതായത് നമ്മുടെ റിസൾട്ട് സക്സസിലേക്ക് വരുന്നതിന് ഇത് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്സ് മെച്ചപ്പെടും. ഹാബിറ്റ്സ് എന്ന് പറയാൻ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹാബിറ്റ്സ് ആയിട്ട് വരുന്നത്. ഹാബിറ്റ്സ് നമുക്ക് ജയ്മോൻ സാർ ഏതാണ്ടൊക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്, നോക്കാൻ സമയം കിട്ടുന്നില്ല. ഹാബിറ്റ്സുകൾ നമുക്ക് മെച്ചപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഏർലി ഉണരുക. ഇപ്പൊ നമ്മളൊരു സിസ്റ്റത്തിൽ, ഇപ്പൊ സൂമിൽ കയറുന്ന ഒരു സിസ്റ്റത്തിലാണ്. അപ്പൊ എല്ലാരും എന്നാ ഈ 6 മണിക്ക് സൂമിൽ കയറണമെങ്കിൽ 5-5:30 ആകുമ്പോൾ നമ്മൾ എഴുന്നേക്കും അല്ലെ. ഏർലി വേക്കപ്പ് വരും, നമ്മൾ റീഡ് ചെയ്യും, നമ്മൾ പ്ലാനിങ്, ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നലെ വൈകുന്നേരം തന്നെ ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യും. അത് സിസ്റ്റത്തിലുള്ളവരാ. സിസ്റ്റത്തിലുള്ള അല്ലാത്തവരെന്നാ ചെയ്യും? അവര് രാവിലെ എഴുന്നേറ്റോ ഇന്ന് വർക്കിന് പോകണോ, അന്നേരം രാവിലെയാ പിന്നെ വിളിക്കുന്നത്. പിന്നെ വർക്ക് സെറ്റ് ചെയ്താൽ ശരിയാവുമോ? അതാണ് പറയുന്നത്, ഒരു സിസ്റ്റത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രയറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മുടെ മോശ ശീലങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കളയും. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിട്ട് വരും. അതുപോലെ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് നമുക്ക് വരും. നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് തന്നെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് നമുക്ക് വരും. അതുപോലെ തന്നെ നമ്മളെ ചിലവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. സേവിങ് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു മണി സ്റ്റെബിലിറ്റിയിലേക്ക് നമ്മൾ വരും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടാൻ സാധിക്കും. റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് കൂടും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവ് കിട്ടും. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതിന്റെ എല്ലാം റിസൾട്ട് ആയിട്ട് വരുന്നത് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ടുള്ള വഴികൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. ഇതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീരാൻ മേലാത്ത അത്രയും കാര്യങ്ങളും സിസ്റ്റത്തിലുണ്ട്. മുഴുവനായിട്ട് പറയാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഗോൾ അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തും. മെന്റൽ പീസ് നമുക്ക് ഉണ്ടാകും. ഇതൊക്കെ ഞാൻ ഒത്തിരി ഒന്നും പറയേണ്ട കാര്യമില്ല. ഗോൾ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു നല്ല വഴികൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കുമ്പോൾ നമുക്ക് എത്രയും വേഗം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. മെന്റൽ പീസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് കറക്റ്റ് ആകുക, നമ്മുടെ ഫൈനാൻഷ്യൽ സൈഡ് കറക്റ്റ് ആകുക, നമ്മുടെ ഡെയിലി റൊട്ടീൻ കറക്റ്റ് ആകുക. നമുക്കൊരു സമാധാനമുള്ള ഒരു മനസ്സിലേക്ക് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് നമ്മളിൽ ഉണ്ടാക്കും. ഒറ്റ വാക്ക് പറഞ്ഞാല്, സിസ്റ്റം ഇല്ലെങ്കിൽ ലൈഫ് റാൻഡം ആയിട്ട് ഇങ്ങനെ പോകും. സിസ്റ്റം ഉണ്ടെങ്കിൽ ലൈഫ് പർപ്പസ്ഫുൾ ആയിട്ട് തീരും. ലെറ്റ്സ് ബിൽഡ് എ സിസ്റ്റം. അതിനായിട്ട് നമ്മൾ എന്നാ ചെയ്യണം? ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലെറ്റ്സ് ബിൽഡ് എ ടീം. സിസ്റ്റത്തിലൂടെ നല്ലൊരു ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലെറ്റ്സ് ബിൽഡ് അവർ ഫ്യൂച്ചർ. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ സൃഷ്ടിക്കാനായിട്ട് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സിസ്റ്റം ഫോളോ ചെയ്യുന്നവര് സക്സസിലേക്ക് പോകും. സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നവര് ലീഡേഴ്സ് ആയിട്ട് മാറും. അപ്പം ഡോണ്ട് ചേസ് പീപ്പിൾ, ബിൽഡ് എ സിസ്റ്റം. പീപ്പിൾ വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ യു. അതുകൊണ്ട് നമ്മൾ ടീം ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ലീഡേഴ്സിന്റെ അടുക്കലോട്ട് നമ്മളുടെ ആൾക്കാര് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിച്ചു തരും. അപ്പൊ നല്ലൊരു ടീം ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കുക. എല്ലാവർക്കും നല്ല വിജയം വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒത്തിരി പോയിന്റ്സുകൾ പറയും അല്ലെ, ഒത്തിരി പോയിന്റ്സുകൾ നമ്മൾ എഴുതിയെടുക്കും. ഇതിൽ ഒരു പോയിന്റ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കബിൾ ആക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ വിജയിക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് എന്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുസ്മനി.
താങ്ക് യു. വെരി ഗുഡ്, നന്നായിരുന്നു അല്ലേ? നമുക്ക് വേണ്ട അറിവുകൾ തന്നെയാണ് ആന്റി പകർന്നു തന്നത്. സൂപ്പർ സൂപ്പർ, അടിപൊളി, സൂപ്പർ, നല്ല അടിപൊളി. നമുക്ക് സിസ്റ്റമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അല്ലേ? നമുക്ക് നമ്മുടെ ലീഡേഴ്സ് വെട്ടിത്തെളിച്ച പാത ഇവിടെ ഉണ്ട്. ആ പാതയിലൂടെ തന്നെ സിസ്റ്റമായിട്ട്, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ക്ലോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് പാടില്ല. അതും നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പാലിക്കേണ്ടതുണ്ട് അത്യാവശ്യമായിട്ട്. അപ്പൊ അതാണ് ജയ്മോൻ സാർ മെസ്സേജ് വിട്ടത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സിസ്റ്റമായിട്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിജയിക്കാൻ പറ്റും. അതിന് ഒന്നാന്തരം തെളിവുകളാണ് നമ്മുടെ മനോജ് സാറ് അല്ലേ? 10 മാസം കൊണ്ട് 1 കോടി വാങ്ങിച്ച സാറാണ്. അപ്പൊ സാർ ഇന്നിപ്പോ കോഴിക്കോട് NDOP-യിലേക്ക് പോകുന്നതുകൊണ്ട് സാറിനെ ക്ലോസിങ്ങിന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയ കൊട്ടാരക്കരയുടെ പറയേണ്ടത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശ്രീകുമാർ സാർ 1/2 കോടിക്ക് മേളിൽ 1 കോടിയിലേക്ക് എത്താൻ പോകുന്ന അടുത്ത ഗ്രേറ്റ് ലീഡറാണ്. നമ്മൾ ഇവരെല്ലാം അനുകരിക്കേണ്ടിയിരിക്കുന്നു, കണ്ട് പഠിച്ച് മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് 1 കോടിയിൽ എത്താൻ പറ്റിയിട്ടില്ല അല്ലേ? നമ്മൾ സിസ്റ്റമായിട്ട് പോകാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് എഴുതി വെച്ചവരുണ്ട്, മനസ്സിൽ കുറിച്ചിട്ടവരുണ്ട്, നമുക്കത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് ശ്രീകുമാർ സാറിനെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ക്ലോസിംഗ് സ്പീച്ചിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ശ്രീകുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക്, ഈ സൂമിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം, പ്ലീസ് വെൽക്കം ശ്രീകുമാർ സാർ. എല്ലാവർക്കും നമസ്കാരം. ചെയ്ത ഷാൻഡിമാഡ എന്നെ പരിചയപ്പെടുത്തി. അതുപോലെ ഇന്നത്തെ സൂം മീറ്റിംഗ് വളരെ അതിമനോഹരമായിരുന്നു. നമ്മുടെ സുസമ്മ മാഡം നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായി പറഞ്ഞു തന്നു. നമ്മളിത് എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ നമ്മളെല്ലാവരും 100% വിജയിക്കും. ഇന്ന് മനോജ് സാർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലോസിംഗ് സ്പീച്ചിൽ വന്നത്. എനിക്ക് എല്ലാവരോടുമായിട്ട് 2 വാക്ക് പറയാനുള്ളത്, നമ്മള് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യുക, അതോടൊപ്പം നമ്മള് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നവര് കൃത്യമായി ആളുകളെ ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഞാനിപ്പോ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം ഈ പല ആൾക്കാർ ഈ പ്രോഡക്റ്റ് കൊടുത്ത ആരാന്ന് പോലും അറിഞ്ഞൂടാ. അവർക്ക് റിസൾട്ട് കിട്ടി, അവർക്ക് വർക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, ആളുകളോട് പറയണമെന്നും ഉണ്ട്, ഇത് എവിടെ കിട്ടുമെന്ന് പോലും അറിഞ്ഞൂടാത്ത അവസ്ഥയിൽ പലരും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് ഈ കൊടുത്തിട്ടുള്ള ആൾക്കാർ പഴയ ആൾക്കാരെയൊക്കെ ഒന്നുകൂടെ ബന്ധപ്പെട്ട ഇപ്പം ഇതിന് ഭയങ്കര സാധ്യതയാണ്. കാരണം ഒരുപാട് പേര് ചെല്ലുമ്പം വർഷങ്ങളായ 3 വർഷമൊക്കെ ആയവര് റിസൾട്ട് കിട്ടി, പക്ഷെ ഇത് ആരാ കൊണ്ടു തന്നതെന്ന് പോലും അവർക്ക് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാര് കൃത്യമായിട്ട്, ചിലപ്പോ നമ്മൾ 4 ദിവസം വിളിക്കുമ്പോ അവര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയാം, അവർക്ക് റിസൾട്ട് വരത്തില്ല, എന്നിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യത്തില്ല. കൃത്യമായിട്ടും നമ്മൾ ഈ ആളുകളെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ബിസിനസ് വളർന്നുള്ളൂ. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് നമ്മൾ ഒരുപാട് ആൾക്കാർ, എന്നെ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസി, പല തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുക. അന്നേരം നമ്മൾ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കൂ. ഇതിൽ നമ്മൾ വേറെ ആര് എന്തിന് വന്നാലും ഈ ബയോട്ടോറിയം പോലെ ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റും നമ്മൾ ഇന്ത്യയിൽ ഇനി ഉണ്ടാകത്തില്ല. അത് എനിക്ക് 100% ആണ്. ഇതുപോലെ ഇൻകം പ്ലാൻ ഉള്ള ഒരു പ്രോജക്റ്റ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല വ്യക്തമായി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും നല്ല ആത്മാർത്ഥമായി നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ പോയി വർക്ക് കൊടുക്കുകയും കൊടുക്കുന്ന ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യുകയും, അതുപോലെ ഇത് കൃത്യമായി ഇത് മീറ്റിംഗ് ഒക്കെ കയറി ഇത് പഠിക്കണം. ഇത് പഠിക്കുന്ന ആളുകൾ പോയി ഇത് പറയരുത്, അല്ലെങ്കിൽ ലീഡേഴ്സിനെ കൊണ്ടുപോയേ പറയാം. കാരണം ഇതിന്റെ സയൻസ് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയാതെ എന്തെങ്കിലും അവർ ചെന്ന് ചോദിക്കുമ്പോൾ സംശയം പറഞ്ഞു കൊടുക്കില്ല, അവർ നമ്മളെ അടുപ്പിക്കത്തില്ല. എന്നിട്ട് നമ്മളിത് കൃത്യമായി ഓരോരുത്തരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഇതിന്റെ സയൻസ് മനസ്സിലാക്കി ആളുകളെ ഫോളോ അപ്പ് ചെയ്താൽ ഇത് കൃത്യമായിട്ട് ഇനി ഇത് വളരെ പടർന്ന് പന്തലിക്കാൻ പോവാണ് ഈ ബയോട്ടോറിയം. കാരണം ആ രീതിയിലോട്ട് നമ്മളിപ്പോ എവിടെ ചെന്നാലും ഇത് ആളുകൾ ഇത് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അന്നേരം ഇനി അത് വളരെ സാധ്യതയാണ്. ഇത് വ്യക്തമായി അവർക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് സത്യസന്ധമായി ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ്. ഇത് കൃത്യമായി നമ്മുടെ ആളുകൾക്ക് പൈസ മേടിച്ച കറക്റ്റായിട്ട് പ്രോഡക്റ്റ് കൊടുക്കണം. ഇത് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഒത്തിരി പേര് പൈസ മേടിച്ച പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്.
അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യാതിരിക്കുക. ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റും പ്രോജക്റ്റുമാണ്. അതുകൊണ്ട് ഇത് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർ മാത്രമേ ഇതിൽ നിലനിൽക്കൂ. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം പോലും ഇത് പാഴാക്കരുത്. നമ്മള് ഇന്ന് മുതൽ നിങ്ങൾ പരിചയമില്ലാത്ത വീടുകളിൽ പോലും വേണമെങ്കിൽ കയറി നിങ്ങൾക്ക് പറയാം. അത് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും ഇത് ആളുകൾ ഉൾക്കൊള്ളത്തില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം, നമ്മള് ഇപ്പൊ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി, നമ്മളൊരു പ്രാവശ്യം 2 പേരെടുത്ത് 3 പേരെടുത്ത് 4 പേരെടുത്ത് പറയുമ്പം അവര് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് നിന്ന് പോവുക. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് നമുക്ക് 100%. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 15 വർഷമായിട്ടുള്ള അലർജിയാണ് എനിക്ക് 7 ദിവസം കൊണ്ട് മാറിയത്. അതുകൊണ്ടാണ് ഞാൻ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ഇത്രയും ആളുകളിൽ ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം അത്രയും അനുഭവമുള്ള എൻ്റെ അടുത്ത് നീ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഒന്നും എന്നെ അതിനെ തകർക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ കൊടുക്കുന്ന എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്, ഒരാൾക്ക് പോലും നെഗറ്റീവ് ഇല്ല. കാരണം ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോൾ വിളിക്കും, 7 ദിവസം കഴിയുമ്പോൾ വിളിക്കും, 15 ദിവസം കഴിയുമ്പോൾ വിളിക്കും, പിന്നെ അവരെ പോയി നേരിട്ട് ഒന്നുകൂടെ കാണും. അങ്ങനെയാണ് അവരിൽ നിന്ന് ബിസിനസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പുതിയ ആൾക്കാരിലോട്ട് ഒരുപാട് ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ കിട്ടുന്ന ഒരാളെ അയാൾക്ക് റിസൾട്ട് എടുത്ത് അയാളുടെ ബന്ധങ്ങളിലൂടെ പുതിയ ബിസിനസ് എടുത്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്കിത് വിജയിച്ചു പോകാനൊക്കൂ. ഇത്രയുള്ള എനിക്കിപ്പം പറയാനായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒന്നുകൂടെ നന്ദി അറിയിക്കുന്നു. മനോജ് സാർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനകത്ത് 2 വാക്ക് സംസാരിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ശ്രീകുമാർ സാർ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്.